നമസ്കാരം. വേദ ജ്യോതിഷപ്രകാരം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതായ രണ്ട് ഗ്രഹങ്ങൾ തന്നെയാണ് വ്യാഴവും ചന്ദ്രനും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തലവര തന്നെ മാറണമെങ്കിൽ, അവർക്ക് ജീവിതത്തിൽ ശോഭിക്കണം എങ്കിൽ വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. നിലവിൽ ചന്ദ്രനും വ്യാഴവും അവരുടെ രാശിമാറ്റത്തിൽ തന്നെയാണ്. അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് ആയുഷ്മാൻ യോഗവും രൂപം കൊള്ളുന്നു, അഥവാ ഗജകേസരി യോഗവും ആയുഷ്മാൻ യോഗവും രൂപം കൊണ്ടിരിക്കുന്നതായ സമയമാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്നും ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇടവം കാർത്തിക മുക്കാൽ ഭാഗം, അവസാന മുക്കാൽ ഭാഗം രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയത്തിലെത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. പല കാര്യങ്ങളിലും പരാജയങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ജീവിത വിജയങ്ങൾ നേടുവാൻ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഏതൊരു കാര്യം ചെയ്താലും അത് വിജയത്തിൽ എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് കടന്നു വരിക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളും അനുകൂലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കാരണം ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. പലപ്പോഴും പല കാര്യങ്ങളിലും കഴിവുണ്ട് എങ്കിൽ പോലും മികവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം, അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. മികവ് പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയിൽ തിളങ്ങി നിൽക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. കഴിവ് നിങ്ങൾക്കുണ്ട്, അത് മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുന്നതായ സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരാവുന്നതാണ്. അത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലം നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ കഴിവ് മേലുദ്യോഗസ്ഥരെയാണ് എങ്കിലും ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശമ്പള വർധനവ്, സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ തന്മൂലം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ഇവർക്ക് എവിടെ ചെന്നാലും ആധിപത്യം പുലർത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരും എന്ന കാര്യവും ഓർക്കുക. ഈ രാശിക്കാർ ചെയ്യുന്നതായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലം സിദ്ധിക്കുന്നതായ സമയമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ ഇവർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കുവാൻ സഹായകരം കൂടിയാണ് ഈ സമയം. സാമ്പത്തിക ബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. ബിസിനസ് പരമായ ഉയർച്ച, ലാഭം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്ന സമയമാകുന്നു. മറ്റൊരു രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരുവാൻ സാധിക്കുന്ന സമയമാകുന്നു. പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് ഇവർക്ക് കൊണ്ടുവരേണ്ടതായി വരാം. എന്നാൽ ആ മാറ്റങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരും. പുതിയ ജോലിക്കായുള്ള പരിശ്രമങ്ങൾ വിജയം കാണും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇവർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏത് പ്രശ്നമാണ് എങ്കിലും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ ഇവർക്ക് സാധ്യത വളരെ കൂടുതലാണ്. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ട കാര്യങ്ങൾ ഇവർക്ക് ചെയ്യുവാൻ സാധിക്കും. ആരോഗ്യം മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജോലി സ്ഥലത്ത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ ഇവർക്ക് സാധിക്കും. പല സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തും. പ്രതീക്ഷിക്കാത്ത ഉറവിടങ്ങളിൽ നിന്നും പണം കൈകളിലേക്ക് ഇവർക്ക് വന്നു ചേരും. സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുവാൻ ഇവർക്ക് സാധിക്കുക തന്നെ ചെയ്യും. സമ്പാദിക്കാനും ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാനും ഇവർക്ക് യോഗം കടന്ന് വരുന്നതാകുന്നു. കൂടാതെ ഇവരിൽ നിന്നും വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ ഒപ്പം നിൽക്കുന്നവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്.
വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ഇവർക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ബിസിനസ്സിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ ബിസിനസ് ആരംഭിക്കുകയാണ് എങ്കിൽ അതിൽ ലാഭം കണ്ടെത്തുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഏതൊരു കാര്യവും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ ചിന്തകളാണ് കടന്നു വരിക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും. കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. അല്പം കൂടി ചിന്തിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. പ്രധാനമായും ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് അല്പം കൂടുതലാണ്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. മറ്റൊരു രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അല്പം അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ വിജയത്തിലേക്ക് എത്തിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ജോലിയിൽ മികവ് പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയിൽ എപ്പോഴും തിളങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. കഴിവ് നിങ്ങൾക്ക് പ്രകടമാക്കുവാൻ സാധിക്കുകയും ഏതൊരു കാര്യത്തിലും ആധിപത്യം സ്ഥാപിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇവരുടെ വാക്കുകൾ മുഖവിലക്കെടുക്കുവാൻ ആൾക്കാർ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം, നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ, പരാധീനതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. വിജയത്തിലേക്കുള്ള വഴികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പുതിയ ജോലിക്കായുള്ള പരിശ്രമങ്ങൾ വിജയത്തിലെത്തും എന്ന കാര്യവും ഓർക്കുക. എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റം പോലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങളാണ് കടന്നു വരിക. പണം, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പ്രധാനമായും സാമ്പത്തിക ബാധ്യതകൾ, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാനോ തരണം ചെയ്യുവാനോ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ജീവിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. മികച്ചതായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കുന്ന സമയമായി തന്നെ മാറും. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് പോവുക.